അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രാഫുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് ത്വരണ സമയ ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. ത്വരണ സമയ ഗ്രാഫിൽ ഇതിലെന്താണ് ഇങ്ങനെ ഈ നേർരേഖ എന്താണ് ത്വരണം ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ 2 സെക്കൻഡ് അതുപോലെ 4 സെക്കൻഡ് ഒക്കെ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഇവിടെ അതേപോലെ തന്നെ മാറ്റമാണ് വരുന്നത്. 2, 4, 6 അങ്ങനെ തന്നെ. അപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ 2 സെക്കൻഡ് കവർ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സമത്വരണത്തിലാണ് ഇത് മൂവ് ചെയ്യുന്നത് അല്ലേ. ഓരോ 2 സെക്കൻഡ് കൂടുമ്പോഴും അതുപോലെ തന്നെയാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ സമത്വരണത്തിലാണിത് മൂവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ത്വരണ സമയഗ്രാഫിൻ്റെ ത്വരണ സമയഗ്രാഫ് ഇങ്ങനെയായിരിക്കും. സമത്വരണത്തിലിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഇതോട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. നമുക്കറിയാം പ്രോബ്ലംസാണ് കൂടുതലായിട്ട് ചോദിക്കുക. അപ്പോൾ ഒരാൾ എയിൽ നിന്നും 6 മീറ്റർ തെക്കോട്ട് സഞ്ചരിച്ച് ബിയിലെത്തുന്നു. ബിയിൽ നിന്നും 8 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് സിയിലെത്തുന്നു. അയാളുടെ സ്ഥാനാന്തരം എത്ര? അപ്പോൾ ചോദ്യത്തിൽ സ്ഥാനാന്തരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്നൊന്ന് നോക്കാം. ഒരാൾ എയിൽ നിന്ന് 6 മീറ്റർ തെക്കോട്ട് സഞ്ചരിക്കുന്നു. ഒരാൾ എയിൽ നിന്ന് എങ്ങോട്ട് തെക്കോട്ട് സഞ്ചരിക്കാം. അപ്പോൾ അതിങ്ങനെ വരയ്ക്കും അല്ലേ. താഴോട്ട് തെക്കോട്ട് എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് 6 മീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. പിന്നെന്താ പറഞ്ഞത്? തെക്കോട്ട് സഞ്ചരിച്ച് ബിയിലെത്തുന്നു. ബിയിൽ നിന്നും 8 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അപ്പോൾ ബിയിൽ നിന്നും 8 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ കിഴക്കോട്ട് ഇങ്ങോട്ടുള്ള സൈഡ്. അപ്പോൾ എത്ര? 8 മീറ്റർ സഞ്ചരിച്ചു. ഇനി കാണാൻ പറഞ്ഞത് എന്താ? സിയിലെത്തുന്നു. അപ്പോൾ ഇവിടെ എത്തി, സിയിലെത്തുന്നു. അയാളുടെ സ്ഥാനാന്തരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ നോക്കി 8 മീറ്റർ, 10 മീറ്റർ, 5√2, 14 മീറ്റർ ഇതൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്ഥാനാന്തരം നമുക്ക് എന്താണ്? സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ ഇവിടം തൊട്ട് ആദ്യ ദൂരം ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു അല്ലേ, ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ ഒരു വര വരയ്ക്കാം. വരയ്ക്കുമ്പോൾ നേർരേഖയിലുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. അപ്പം നമുക്ക് ഇത് കണ്ടുപിടിച്ചാൽ മതി. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? ഹൈപ്പോട്ടന്യൂസ് അല്ലേ ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ √6² + 8² അല്ലേ. √6² + 8² ആണ് ഇതിൻ്റെ ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 36 + 64 ദാറ്റ് ഈസ് ഈക്വൽ ടു √100 = 10 മീറ്റർ എന്ന് കിട്ടി. ഇതാണ് സ്ഥാനാന്തരം. ഇനി നമ്മളെ ഒന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ട് സ്ഥാനാന്തരവും ദൂരം നമുക്ക് ചേഞ്ച് ചെയ്യാറുണ്ട്. പല ആൾക്കാർക്ക് മാറിപ്പോവാറുണ്ട്. അപ്പോൾ സ്ഥാനാന്തരം ഇപ്പോൾ ഇതിൽ ഓപ്ഷൻ നോക്കി 14 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ദൂരം നമ്മൾ കണ്ടുപിടിക്കുമ്പോഴോ ദൂരം എന്ന് പറയുമ്പോൾ 6 മീറ്റർ + 8 മീറ്റർ ആണ്. അപ്പോൾ ദൂരം കണ്ടുപിടിക്കണമെങ്കിൽ ഇത് പ്ലസ് ഇതല്ലേ. അപ്പോൾ ദൂരം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 മീറ്റർ + 8 മീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു 14 മീറ്റർ. അപ്പോൾ ഓപ്ഷനിൽ അതും തന്നിട്ടുണ്ട്. അപ്പോൾ മാറിപ്പോകരുത്. സ്ഥാനാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒരു പ്രവേഗ സമയ ഗ്രാഫിൻ്റെ ചരിവ് എന്താണ് നൽകുന്നത്? ഒരു പ്രവേഗ സമയ ഗ്രാഫ് നമ്മൾ ഗ്രാഫിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ എന്തായാലും കണ്ടിരിക്കണം. അപ്പോൾ പ്രവേഗ സമയ ഗ്രാഫ് ഉണ്ട്, അതുപോലെ തന്നെ പൊസിഷൻ ടൈം ഗ്രാഫ്, സ്ഥാന സമയ ഗ്രാഫ് ഉണ്ട്. ഇതൊന്നും മാറിപ്പോകരുത്. ഇവിടെ എന്താ ചോദിച്ചത്? ഒരു പ്രവേഗ സമയ ഗ്രാഫിൻ്റെ ചരിവ് എന്ന് പറയുമ്പോൾ സ്ലോപ്പ് എന്താണ് നൽകുന്നത്? അപ്പം നമുക്ക് വരച്ച് നോക്കാം. പ്രവേഗ സമയമാണ് വരയ്ക്കേണ്ടത് കേട്ടോ. വെലോസിറ്റി y ആക്സിസിൽ വെലോസിറ്റിയും താഴെ ടൈമും അതിൻ്റെ ചരിവ് എന്ന് പറയുമ്പോൾ ചരിവ് എന്താണ് നൽകുന്നത്? എന്താ നമുക്ക് പ്രവേഗ സമയഗ്രാഫിൻ്റെ ചരിവ് നൽകുന്നത്? നമുക്കറിയാം. ഇതിൻ്റെ പരപ്പളവാണെങ്കിൽ എന്താണ്? നമുക്കതിൻ്റെ സ്ഥാനാന്തരം ഏരിയ കണ്ട സ്ഥാനാന്തരം എന്നറിയാം. അപ്പോൾ ഇത് dx/dt. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ dx അല്ല dv, ഇവിടെ dv അല്ല dv/dt. dv/dt നമുക്ക് എന്ത് കിട്ടും? ത്വരണം കിട്ടും അല്ലേ. dv/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വരണമല്ലേ, ആക്സിലറേഷനാണ്. അപ്പോൾ വരച്ച് നോക്കണം കേട്ടോ. ഒരു പ്രവേഗ സമയ ഗ്രാഫിൻ്റെ ചരിവ് എന്ന് പറയുന്നത് ത്വരണമാണ്. ഇനി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ത്വരണമാണ്. ഇനി നമുക്ക് ഒരു സ്ഥാന സമയ ഗ്രാഫിൻ്റെ
സ്ഥാന സമയഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ്? സ്ഥാന സമയം എന്ന് പറയുമ്പോൾ പൊസിഷൻ അല്ലേ? പൊസിഷൻ എന്ന് പറയുമ്പോൾ ഡി എക്സ് ആണ്, ഇത് ഡി ടി ആണ്. അപ്പോൾ സ്ഥാന സമയഗ്രാഫിൻ്റെ ഡി എക്സ് ബൈ ഡി ടി നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും, പ്രവേഗം കിട്ടും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ശ്രദ്ധിച്ച് വേണം ചെയ്യണമെങ്കിൽ. നമുക്ക് സ്ഥാന സമയഗ്രാഫിൽ നിന്നും കിട്ടുന്നത് വെലോസിറ്റിയും അതുപോലെ പ്രവേഗ സമയഗ്രാഫിൽ നിന്നും കിട്ടുന്നത് ത്വരണവുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏത് ചലനത്തിലാണ് ദൂരവും സ്ഥാനാന്തരത്തിൻ്റെയും പരിമാണം തുല്യമാകുന്നത്, മാഗ്നിറ്റ്യൂഡ് തുല്യമാകുന്നത്? താഴെ പറയുന്നത് അപ്പോൾ ഓപ്ഷനിൽ നേർരേഖയിൽ ചലിക്കുന്ന കാറ് വൃത്താകൃതിയിലുള്ള പാതയിലൂടെയാണ് നീങ്ങുന്നതെങ്കിൽ, പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയാണെങ്കിൽ, ഭൂമി സൂര്യനെ ചുറ്റുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ ഏത് ചലനത്തിലാണ് ദൂരവും സ്ഥാനാന്തരത്തിൻ്റെയും പരിമാണം തുല്യമാകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മൾ ദൂരവും സ്ഥാനാന്തരം തുല്യമാകണമെങ്കിൽ ഈ ഒരു എ എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്ന് ബിയിലേക്ക് പോവുകയാണെങ്കിൽ, ഇങ്ങനെ തന്നെ നേർരേഖയിലൂടെ പോവുകയാണെങ്കിലാണ് ദൂരവും സ്ഥാനാന്തരവും ഒന്നാവുന്നത്. ഇനി അല്ല, ഇങ്ങനെയാണ് ദൂരം ഇങ്ങനെയും സ്ഥാനാന്തരം ഇങ്ങനെയല്ലേ കാണുക? ഇനീഷ്യൽ അന്ത്യസ്ഥാനത്തു നിന്നും ആദ്യസ്ഥാനത്തിൻ്റെ ദൂരം, നേർരേഖ ദൂരമാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ നേർരേഖയിലൂടെ ചലിക്കുന്നതാണെങ്കിൽ, ഇപ്പോൾ ഒരു കാർ ഇതിൽ നേർരേഖയിലൂടെ ചലിക്കുന്നതാണെങ്കിൽ അതിൻ്റെ ദൂരവും സ്ഥാനാന്തരവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ആൻസർ എ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അടുത്ത ഓപ്ഷനുകളൊന്ന് നോക്കാം. കാറ് വൃത്താകൃതിയിലുള്ള പാതയിലൂടെയാണ് നീങ്ങുന്നതെങ്കിലോ അവിടെ എന്താണ്? വെലോസിറ്റിക്കൊക്കെ ചേഞ്ച് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതെന്താണ്? പരിമാണം തുല്യമായിരിക്കുമോ? ദൂരവും സ്ഥാനാന്തരവും തുല്യമായിരിക്കുമോ? അല്ല. പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയാണെങ്കിലും അതും തുല്യമല്ല. ഭൂമി സൂര്യനെ ചുറ്റുന്നതും അവിടെ എന്താണ്? വെലോസിറ്റി, മാഗ്നിറ്റ്യൂഡ് അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പരിമാണം തുല്യമല്ല. പരിമാണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭൂമി ചുറ്റുന്നത്. അപ്പോൾ ഈ ഓപ്ഷനുകളെല്ലാം തെറ്റാണ്. ഇനി ഒരു ആൺകുട്ടി എയിൽ നിന്നും ബിയിലേക്ക് മിനിറ്റിൽ 20 മീറ്റർ വേഗതയിൽ പോകുകയും ബിയിൽ നിന്ന് എയിലേക്ക് മിനിറ്റിൽ 30 മീറ്റർ വേഗത്തിൽ തിരികെ വരികയും ചെയ്യുന്നുണ്ട് എങ്കിൽ മുഴുവൻ യാത്രയിൽ കുട്ടിയുടെ ശരാശരി വേഗത എന്താണ്? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പല രീതിയിൽ നമുക്കിതിൻ്റെ ആൻസർ, പല രീതിയിലല്ല, നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഒരു ആൺകുട്ടി എയിൽ നിന്നും ബിയിലേക്ക് മിനിറ്റിൽ 20 മീറ്റർ പെർ സെക്കൻഡിൽ മീറ്റർ പെർ മിനിറ്റിൽ ഇവിടേക്ക് സഞ്ചരിച്ചു, എയിൽ നിന്ന് ബിയിലേക്ക്. അതുപോലെ തിരിച്ച് 30 മീറ്റർ പെർ മിനിറ്റിൽ തിരിച്ചെത്തി. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ കാണാൻ പറഞ്ഞത്? ശരാശരി വേഗതയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരാശരി വേഗത കാണണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരാശരി വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടില്ല. വേഗതയിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ, എസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസിനെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സഞ്ചരിച്ച ദൂരത്തിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. അതേപോലെ തിരിച്ച് അവിടേക്ക് പോകുമ്പോഴും അതും എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് എക്സ് ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം, അപ്പോഴാണ് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവുക. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം 1200/50. അപ്പോൾ നമുക്ക് 24 മീറ്റർ പെർ മിനിറ്റ് ആട്ടോ ഓപ്ഷൻ. നമുക്ക് ഇവിടെ മീറ്റർ പെർ മിനിറ്റിലായതുകൊണ്ട് ഇതും മീറ്റർ പെർ മിനിറ്റിലാണ്. മീറ്റർ നമ്മൾക്ക് മാറ്റുവാണെങ്കിൽ 0.4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ 24 മീറ്റർ പെർ മിനിറ്റിന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ശരാശരി വേഗത കാണാൻ നമുക്ക് മനസ്സിലായി ഈ ക്വസ്റ്റ്യനിൽ നിന്ന്. ഇനി വേഗതകളുടെ ശരാശരി ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേഗതകളുടെ ശരാശരി വ്യത്യാസമുണ്ട് അല്ലേ? വേഗതകളുടെ ശരാശരി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ വേഗതയുടെ 2 വേഗതയും കൂടി കൂട്ടി എത്ര വേഗതയുണ്ടോ അതുകൊണ്ട് /2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 2 വേഗതകൾ എന്ന് പറയുമ്പോൾ ടോട്ടൽ 20 + 30 /2 അതാണ് വേഗതകളുടെ ശരാശരി. ഞാനൊരു ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ 50/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 25. അപ്പോൾ ഓപ്ഷനിൽ 25 തന്നിട്ടുണ്ട്, മാറിപ്പോകരുത്. വേഗതകളുടെ അല്ല, സ്പീഡ് ഓഫ് ആവറേജ് അല്ല, ആവറേജ് സ്പീഡാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? 25 അല്ല, 24 മീറ്റർ പെർ മിനിറ്റ് ആണ്. ഇനി നമുക്കിതിൽ ശരാശരി പ്രവേഗം കണ്ടാലോ? ശരാശരി പ്രവേഗം, ഇതിൽ ശരാശരി പ്രവേഗം ഉണ്ടോ? ശരാശരി പ്രവേഗം എന്ന് പറയുമ്പോൾ ∆x/∆t അല്ലേ? x2 - x1/t
T2 മൈനസ് T1 ആണ്. ഇവിടെ എന്താ തിരിച്ച് അവിടേക്ക് തന്നെയല്ലേ വരുന്നത്, അപ്പോൾ ഇതെന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ശരാശരി പ്രവേഗം ഇവിടെ ഇല്ല, എന്താണ് തിരിച്ച് അവിടേക്ക് തന്നെ എത്തിയതുകൊണ്ട് 0 ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നും കൂടി കണ്ടാൽ മതി, സിമ്പിളാണ്, ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നൽകിയിരിക്കുന്ന VT ഗ്രാഫിൽ നിന്നും എന്ത് അനുമാനിക്കാം. അപ്പോൾ ഈ VT ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രവേഗ സമയ ഗ്രാഫാണ്. ഇത് എന്തിലാണ്, വസ്തു സമചലനത്തിലാണോ, നിശ്ചലാവസ്ഥയിലാണോ, വസ്തു അസമചലനത്തിലാണോ, സമത്വരണത്തിലാണോ വസ്തു നീങ്ങുന്നത്. സമത്വരണം എന്ന് പറയുമ്പോൾ എന്താ, ത്വരണം, ഇവിടെ ത്വരണം സംഭവിക്കണം, അല്ലെ വെലോസിറ്റിക്ക് ചേഞ്ച് വരണം, കൂടുക അല്ലെങ്കിൽ കുറയുക എന്തെങ്കിലും. സമത്വരണത്തിലാണോ, അല്ല, കാരണം ഇതെന്താണ്, വെലോസിറ്റി ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, ടൈം കൂടുന്നതനുസരിച്ച് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ. അപ്പോൾ വസ്തു നിശ്ചലാവസ്ഥയിലാണോ, അല്ല, കാരണം കോൺസ്റ്റൻ്റ് ആയിട്ട് ഇത് മാറുന്നുണ്ട്. വസ്തു നിശ്ചലാവസ്ഥയിൽ, ഇത് എന്താ, പ്രവേഗ സമയഗ്രാഫാണ്. പക്ഷേ സ്ഥാന സമയഗ്രാഫിൽ ഇങ്ങനെയാണെങ്കിൽ വസ്തു ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് പൊസിഷൻ ഇവിടെ മാറുന്നില്ല. ഇതെന്താണ്, നിശ്ചലാവസ്ഥയിലാണ്, ഇത് നിശ്ചലാവസ്ഥയിലാണ്. പക്ഷേ വെലോസിറ്റി ടൈം ഗ്രാഫിൽ എന്താണ്, ഇത് നിശ്ചലാവസ്ഥയിലാണ്, സമചലനത്തിലാണ്. അപ്പോൾ ആൻസർ എന്താണ്, സമചലനം. ഇനി വസ്തു നിശ്ചലാവസ്ഥയിലാണെന്ന് പറയുന്ന ഗ്രാഫ് ഏതാണ്, ഞാൻ ഇപ്പോൾ പറഞ്ഞത് വസ്തു നിശ്ചലാവസ്ഥയിലാണെന്ന ഗ്രാഫാണെങ്കിൽ അത് പൊസിഷൻ ടൈം ഗ്രാഫ് ആയിരിക്കണം. അതുകൊണ്ട് വസ്തു നിശ്ചലാവസ്ഥയിൽ, ഇത് വെലോസിറ്റിക്ക് ഇത് സമചലനമാണ്. ഇതെന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം ബൈ ടൈം എന്ന് പറയുമ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് തന്നെയാണ്. പൊസിഷനിൽ ആക്സലേഷൻ ടൈം ഗ്രാഫിൽ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നു. അപ്പോൾ ഇത് ആൻസർ എന്താണ്, വസ്തു നിശ്ചലാവസ്ഥയിലാവുമ്പോൾ ഇതാണ് ആൻസർ. ഇനി കാണിച്ചിരിക്കുന്ന വസ്തുവിൻ്റെ പ്രവേഗ സമയഗ്രാഫ് എന്താണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതെന്താണ്, ഇവിടെ വെലോസിറ്റി പ്രവേഗം എന്താണ്, ടൈമിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആക്സിലറേഷൻ ഇവിടെ കുറയുന്നു, അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്, ഒരേപോലെ സമയം കൂടുന്നതിനനുസരിച്ച് ഒരുപോലെ ഓരോ ടൈം മാറുന്തോറും കൃത്യമായിട്ട് സമം എന്ന് പറയാൻ പറ്റുമോ, ഇല്ല, അസമം എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പോകണം. അപ്പോൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താണ്, മന്ദീകരണത്തിലാണെന്നാണ് പറയുക. ആക്സിലറേഷൻ നമ്മൾ പഠിച്ച ആക്സിലറേഷനിൽ പഠിച്ചതാണ് മന്ദീകരണം. വസ്തു എന്താണ്, സമമന്ദീകരണത്തിലാണ്. ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ അല്ലേ. ഇനി സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധം, സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധം നമ്മൾ പഠിച്ചു, അല്ലേ. ഉത്തരം എന്താ, ഒന്നായിരിക്കുമോ. സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുമ്പോൾ ഒന്നിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്,